നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കീം 2025 റാങ്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 2024 ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അറിയണം റിസർവേഷൻ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് അറിയാൻ വല്ല മാർഗമുണ്ടോയെന്ന്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ തേർഡ് ഫേസ് ഫൈനൽ അലോട്ട്മെൻറ്റ് 2024 റിസർവേഷൻ കാറ്റഗറീസ് ഓൺലി ഫോർ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ എന്താണ് ലാസ്റ്റ് റാങ്ക് ആയിരുന്നെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം നിങ്ങൾ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തേർഡ് ഫേസിൻ്റെ ലാസ്റ്റ് റാങ്ക് കിട്ടില്ല. ഫേസ് 2 വരെ കിട്ടുള്ളൂ. അതിന് കാരണം 2024 ഫേസ് 3 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു റീസ്റ്റാർട്ട് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ CEE അത് ഒരു ലാസ്റ്റ് റാങ്ക് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് നമ്മൾ അലോട്ട്മെൻ്റ് എല്ലാം സേവ് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ഡാറ്റ നമ്മുടെ മുമ്പിൽ ഉള്ളത്. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഓരോ ബ്രാഞ്ചും, പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ് ആദ്യം കവർ ചെയ്യുന്നത്. പിന്നെ നോൺ കോർ ആയിട്ടുള്ള ബ്രാഞ്ചുകൾ നമ്മൾ അവസാനം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിലെ ഇടത്ത് വശത്ത് കാണുന്നതാണ് ഓരോ കോളേജിൻ്റെ പേരുകളും. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എവിടെയൊക്കെ ഉണ്ടോ ആ കോളേജുകളാണ് ഇവിടെ നിങ്ങൾ കാണുക. ഇനി മുകളിലായിട്ട് എല്ലാവിധ കാറ്റഗറീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. EW, FW, BH, BX, CC, D. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ബ്രാഞ്ചിന് ഈ കോളേജുകളിൽ ഏതൊക്കെ റാങ്ക് വരെ പോയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ST കാറ്റഗറി CET തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ സയൻസ് 27,126 ആയിരുന്നു ഫേസ് 3 ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷെ പിന്നീട് നടന്ന സ്പോട്ടുകളിൽ 1-2 സീറ്റുകളിലേക്ക് ചിലപ്പോൾ ഇതിനേക്കാളും താഴത്തേക്ക് പോയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫേസ് 3 ആണ് നമ്മളിത് ഏകദേശം ഒരു ഫൈനൽ അലോട്ട്മെൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ കോളേജുകളിലെ ഓരോ ബ്രാഞ്ചായിട്ട് നിങ്ങൾക്ക് ഈ കാറ്റഗറി വൈസ് കാണാം. ഇത് ഓരോ റോയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെച്ച് റെഫർ ചെയ്യാവുന്നതാണ്. മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതുപോലൊരു ചാർട്ടായിട്ട് നിങ്ങൾ മറ്റേ ഫേസ് 2 എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ സോർട്ട് ചെയ്ത് വായിക്കാൻ പെട്ടെന്ന് എളുപ്പത്തിന്, റെഫർ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഒന്നുകൊണ്ട് പറയട്ടെ, ഇതൊരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. അതല്ലാതെ 2025 ഇതുപോലെ തന്നെ വരും എന്നൊന്നുമില്ല. അത് ഡിമാൻഡും ഇതൊക്കെ അനുസരിച്ച് മാറി മറിയും എല്ലാ വർഷവും. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിനകത്ത് കിട്ടും. ഇത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, വീണ്ടും ഓരോ കോളേജുകൾ അതിനനുസരിച്ചുള്ള കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. SML ഇതിൽ പെടില്ല കേട്ടോ, സ്റ്റേറ്റ് മെറിറ്റ് ഇതിൽ പെടില്ല. മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ കോളേജുകളും കവർ ചെയ്തിരുന്നു. ഇത് മെയിനായിട്ടും ഗവൺമെൻറ്റും എയ്ഡഡ് കോളേജുകളും മാത്രമാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഇത് മെക്കാനിക്കലിൻ്റെ ആണ് ഈ കാണുന്നത്. ഇനി ഇത് സിവിലാണ്. ഓക്കെ, അവസാനമായിട്ട് ഞാൻ ഈ കോർ അല്ലാത്ത ബാക്കിയുള്ള കുറച്ച് ബ്രാഞ്ചസ് എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഒറ്റ സ്നാപ്ഷോട്ടിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും വായിക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ബ്രാഞ്ച് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തും ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ബൈ കാറ്റഗറിയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് MAC കോളേജിലുണ്ട്. പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ വർഷം ആരംഭിച്ച സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അത് ഇലക്ട്രോണിക്സിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചാണ്. അതിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഫേസ് 3 വന്ന ലാസ്റ്റ് റാങ്ക് അതാത് കാറ്റഗറിയിലെ ലാസ്റ്റ് റാങ്ക് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കെമിക്കൽ, സിവിൽ ആൻഡ് എൻവിറോൺമെൻറ്റ് എഞ്ചിനീയറിംഗ്. ചില ആൾക്കാർ പറയും എനിക്ക് എൻവിറോൺമെൻറ്റിൽ മതി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് വയനാട് ആ കോഴ്സ് അവൈലബിൾ ആണ്. വയനാട് ഒരു ഗവൺമെൻറ് കോളേജാണ്. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ, ഇൻഫർമേഷൻ ടെക്നോളജി 2-3 കോളേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ KTയിലെ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സം ഓഫ് ദീസ് കോഴ്സസ് നിങ്ങൾ പലരും കേട്ട് തന്നെ കേൾവി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.